ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സച്ചി വീണ്ടും കൺഫ്യൂഷനിലാണ്. തനിക്ക് അബദ്ധം പറ്റി എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് സച്ചി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യമാണ് കേട്ടോ പറയണത്. അങ്ങനെ ഇവിടെ നമ്മുടെ കാറിൻ്റെ സ്റ്റാൻഡിൽ വന്ന് നിൽക്കണമ്പോൾ കാറിൻ്റെ അവിടുത്തെ മറ്റുള്ള കൂട്ടുകാരന്മാരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഇങ്ങനെ കുറേ നേരം അയലും മൂളിക്കും നോക്കി ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നത്, നിനക്ക് എന്തോ ഞങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുള്ളത്, എന്താണെന്ന് വെച്ചാൽ പറയടാ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, പറയാം വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആകെ ഒരു ചമ്മലോട് കൂടിയൊക്കെ നിൽക്കുകയാണ്. നിനക്ക് പറയാൻ ഇല്ലെങ്കിൽ എന്താ ഞങ്ങൾ പോണേന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ തിരിഞ്ഞ് നടക്കാൻ നിൽക്കുമ്പോൾ പൂവില്ല ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും പിടിച്ച് നിർത്താണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ എനിക്ക് ചോദിക്കാനുള്ള വേറൊന്നുമല്ല, ഈ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എപ്പോഴായിരിക്കും ശരിക്കും അപ്പോൾ ഏത് ചടങ്ങെന്നൊക്കെ അവർ ചോദിക്കണം. പാല് കൊടുക്കുന്ന കാര്യമാണോ നീ ചോദിക്കുന്നത്? പാല് കൊടുക്കണം മധുരം കൊടുക്കുന്ന ചടങ്ങിനെ കുറിച്ചാണോ ചോദിക്കുന്നത്? അതല്ല, ഈ രാത്രി ചില ചടങ്ങൊക്കെ ഉണ്ടാവില്ലേ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഡ്രൈവറായ ഒരു കൂട്ടുകാരൻ പറയുന്നുണ്ട്, അപ്പം മനസ്സിലായി, ശാന്തി മുഹൂർത്താവും ഉദ്ദേശിക്കുന്നത് എന്ന് പറയാണ്. അത് തന്നെ എന്ന് പറയുന്നത്. അപ്പം അതെന്തിനാ നീ ഇപ്പം ചോദിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം പറയും, അതല്ല ഞാൻ ഒരു കാര്യം ചോദിക്കാനായിട്ട്. അപ്പം ആ സച്ചിക്ക് സത്യത്തിൽ അതൊരു എങ്ങനെ ഇവരോട് ചോദിക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ഒരു കൂട്ടുകാരനോട് ചോദിക്കുന്നുണ്ട്, അതെ നിനക്ക് എപ്പോഴാണ് ശരിക്കും കുഞ്ഞ് പിറന്നത് എന്ന്, കല്യാണം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞിട്ട് നിനക്ക് കുട്ടി ഉണ്ടായതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അയാൾ പറയാണ്, എനിക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഉണ്ടായതെന്ന് പറയുമ്പോൾ, ഭാഗ്യം 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ളേ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മറ്റൊരു ഡ്രൈവറോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എപ്പോഴാണ് കുഞ്ഞുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് 11 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞുണ്ടായി എന്ന് പറയുമ്പോൾ, അത്ര വേഗം അതെന്താണ്, ഒരാൾക്ക് 11 മാസം, ഒരാൾക്ക് 2 വർഷം, അങ്ങനെ ഇതിനൊരു കാലയളവൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് മറ്റൊരു ഡ്രൈവർ പറയാണ്, അതൊന്നും നമ്മുടെ കയ്യിലല്ലേ, അതൊക്കെ ദൈവം തരുന്നതല്ലേ, ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലേ എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം, പണിയെടുക്കുന്ന മുഴുവൻ നമ്മളല്ലേ, പിന്നെ എങ്ങനെ ദൈവം എങ്ങനെ കാണിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു ദൈവം നിന്ന പോലെ പറയുകയാണ്. നമ്മുടെ സച്ചിക്ക് ദൈവത്തിനോടൊന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ ആ സമയത്ത് നിനക്കിപ്പോൾ എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, ഒന്നുമില്ല എന്നിങ്ങനെ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് സച്ചി. അപ്പോൾ ആ സമയത്ത് നിനക്ക് എത്ര സംശയം തോന്നുന്നുണ്ട്, നിനക്കൊരു കാര്യം ചെയ്യായിരുന്നില്ലേ, നിന്റെ അച്ഛനോടും അമ്മയോടും ചോദിക്കായിരുന്നില്ലേ, നീ എന്നാണ് പറഞ്ഞത്, അവർക്ക് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നീ പറഞ്ഞത് ചോദിക്കായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ അവരോട് ചോദിച്ചു എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. പെട്ടെന്നാണ് സച്ചിക്ക് ഒരു ഓർമ്മ വരുന്നത്. സച്ചി, അയ്യോ ഞാൻ ഇപ്പം വരാട്ടോ എന്ന് പറഞ്ഞ് കാർ എടുത്ത് പോവുകയാണ്. അപ്പോൾ പോകുന്നത് വേറെ എവിടേക്കുമല്ല, നമ്മുടെ രവീന്ദ്രൻ സച്ചിയുടെ അച്ഛൻ കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. പെൻഷനൊക്കെ റിട്ടയർഡ് ആയിട്ടും അയാളുടെ പെൻഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. പെൻഷന് വർഷയുടെ അച്ഛൻ തടഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻ അത് മറന്നുപോയി, പെട്ടെന്നാണ് ആ ഓർമ്മ വന്നത്. അങ്ങനെ കാർ എടുത്തിട്ട് അവൻ കോടതിയിലേക്ക് പോവുകയാണ്. അച്ഛൻ അവിടെ അപ്പോഴേക്ക് എത്തിയിട്ടൊക്കെ ഉണ്ടായിരിക്കും. പിന്നീട് നമ്മുടെ ശ്രുതിയുടെ അമ്മയെ കാണിക്കുകയാണ്. ശ്രുതിയുടെ അമ്മ ഇങ്ങനെ റോട്ടിലൂടെ നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തളർച്ചയും തലകറക്കവും പോലെ അവിടെ. അപ്പോൾ മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ, അയ്യോ ചേച്ചി എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് ഓടി ചെന്ന് പിടിക്കുകയൊക്കെ അങ്ങനെ അവിടെ ഇരുത്തൊക്കെ ചെയ്യുന്നുണ്ട് റോഡ് സൈഡിലായിട്ട്. അപ്പോൾ വെള്ളമൊക്കെ കൊണ്ടു കൊടുത്ത്, എന്ത് പറ്റി ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇടയ്ക്ക് ഇപ്പോൾ 2 ദിവസമായിട്ടൊരു തലകറക്കുണ്ട് എന്ന് പറയുമ്പോൾ, തലകറക്കം ഉണ്ടായിട്ടാണോ ചേച്ചി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഡോക്ടറെ കാണിച്ചില്ലേ, ചേച്ചിയുടെ മോള് വന്നില്ലേ, സിറ്റിയിൽ പോയിട്ട് വന്നില്ലേ എന്നൊക്കെ ഒരു പെണ്ണ് ചോദിക്കുന്നുണ്ട്. എങ്കിൽ ആ മോള് ചെയ്യുന്ന ഒരു ആ ചേച്ചിയുടെ പേരക്കുട്ടിയെ നോക്കിയിട്ടാണ് ചേച്ചിക്ക് വയ്യാണ്ടാകുന്നത്, ആ കുട്ടീനെയും കൂടി ആ മോൾക്ക് കൊണ്ടുപോയിക്കൂടെ, ആ ചേച്ചിക്ക് വയ്യാത്തതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതിനെ വിളിക്കായിരുന്നില്ലേ എന്നൊക്കെ അവരിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പൊക്കോ, ഞാൻ അവളെ അറിയിച്ചുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ അമ്മ അവിടെ തളർന്ന് തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് അവർ ചുറ്റും കൂടി നിന്നിരുന്ന പെണ്ണുങ്ങൾ പോയതിന് ശേഷം തൻ്റെ ഫോൺ എടുത്തിട്ട് ശ്രുതിയെ വിളിക്കുകയാണ്. അപ്പോൾ ശ്രുതി ആണെങ്കിൽ ആ സമയത്ത് കുളിക്കുകയായിരിക്കും. അപ്പോൾ ഫോൺ ഇങ്ങനെ കുറേ നേരമായി ബെല്ലടിക്കുന്നു. അപ്പോൾ ചന്ദ്ര ആ വഴി പോകുമ്പോൾ, അതിലിങ്ങനെ പോകുമ്പോൾ റൂമിൽ ഫോൺ ബെല്ലടിക്കുമ്പോൾ ചന്ദ്ര ചെന്നിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഒരു നമ്പറാണ്, അമ്മയുടെ പേരൊന്നും സേവ് ചെയ്തിട്ടൊന്നുമില്ല, അപ്പം നമ്പറാണ്. അപ്പം ആ നമ്പർ ഇത് ആരാണോ എന്ന് പറഞ്ഞിട്ട് ഹലോ ഒന്നും പറയുന്നില്ല, ഇങ്ങനെ ഓണാക്കി ചെയ്തിട്ട് ചുമ്മാ വെച്ചിരിക്കുകയാണ്. അപ്പം അപ്പുറം നിന്നിട്ട് മോളെ കല്യാണി മോൾക്ക് തിരക്കാണോ, മോള് സംസാരിക്കാൻ നേരമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ആര്, കല്യാണിയോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. അപ്പം പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി, എടുത്തത് ചന്ദ്രയാണെന്നുള്ളത്. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നതിന് മുന്നേ പറയുന്നുണ്ട്, അയ്യോ റോങ് നമ്പർ തെറ്റിപ്പോയി വന്നതാട്ടാ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പേടിച്ച് ആ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചന്ദ്ര ഫോൺ അവിടെ വെച്ചിട്ട്, നമ്പറൊന്നും നോക്കാതെ ഓരോരുത്തർ വിളിച്ചോളും എന്നൊക്കെ ഇങ്ങനെ പറയാണ്.
അതിനുശേഷം ചന്ദ്രയ്ക്ക് ഒരു സംശയം, കാരണം ആ അമ്മ ശ്രുതിയുടെ അമ്മ ഇവിടേക്ക് വീട്ടിലേക്ക് വന്നിട്ട് ആ ശബ്ദം നല്ല പരിചയമുണ്ടല്ലോ, അപ്പം നല്ല കേട്ട് പരിചയമുള്ള ശബ്ദമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര സംശയിച്ച് നിൽക്കുന്നുണ്ട്. എന്തുട്ടേലാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയും ചെയ്യാണ്. അതേ സമയത്ത് ശ്രുതി കുളി കഴിഞ്ഞ് കുളിച്ച് മാറി ഡ്രസ്സുകളൊക്കെ കൂടി ഇങ്ങനെ അലക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, മോളിത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാണ്, ഞാൻ ഇത് അലക്കാനാണ് അമ്മ എന്ന് പറയുമ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടാനാണെന്ന് പറയുമ്പോൾ അതൊന്നും നീ ചെയ്യൊന്നും വേണ്ട, എന്തിനാ മോള് ചെയ്യണത്, മോള് രാപ്പകലില്ലാതെ അവിടെ കഷ്ടപ്പെട്ടിട്ട്, അതായത് ബ്യൂട്ടി പാർലർ കഷ്ടപ്പെടുന്നതല്ലേ, ഇവിടെ രേവതി ഉണ്ട്, രേവതി ചെയ്യട്ടെ, അവൾക്ക് ഇവിടെ എന്താ പണി, അവള് അലക്കിക്കോളും, മോൾ അത് അവിടെ ഇട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ അലക്കാനുള്ള ഒരു അലക്കാൻ്റെ അതായത് മുഷിഞ്ഞ തുണികൾ ഒരു കൊട്ടയുണ്ടാവും, ആ കൊട്ടയിൽ അവളെ നിർബന്ധിച്ചിട്ട് തന്നെയാണ് അവൾ അവിടെ കൊണ്ടുവന്ന് ഇടിയിക്കുന്നത്. ചന്ദ്ര മോൾ അവിടെ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളത് അവിടെ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം ചന്ദ്ര അവളെ വിളിച്ചിരുത്തി അരികിലിരുത്തിയിട്ട് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ മുറിച്ച് കൊടുക്കുകയാണ്. മോൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കുക, മോളുടെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ നോക്കേണ്ടതാണ്, ബിസിനസ്സൊക്കെ കൊണ്ട് നടക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആപ്പിളോ മറ്റുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് രേവതി വരുന്നത്. അപ്പോൾ രേവതിയാണെങ്കിൽ സച്ചിയുടെ അവളുടെ ഡ്രസ്സൊക്കെ അലക്കാനുള്ള ഉദ്ദേശത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ കൊട്ടയിൽ സച്ചിയുടെ ഡ്രസ്സ് ഉണ്ടായിരുന്നു താഴെ, അപ്പോൾ അതിങ്ങനെ എടുക്കാൻ നോക്കുമ്പോഴാണ് ഇവരുടെ ഈ മുഷിഞ്ഞ ഡ്രസ്സും അതുപോലെ തന്നെ നമ്മുടെ സുധിയുടെ അടിവസ്ത്രങ്ങളൊക്കെ അതിൽ കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ അവൾക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല, അതൊക്കെ എങ്ങനെ എടുക്കുക എന്നുള്ള രീതിയിൽ അവിടെ ഒരു കമ്പ് ഇരിക്കുന്നുണ്ടാവും, ആ കമ്പ് കൊണ്ട് അവൻ്റെ അടിവസ്ത്രം ഇങ്ങനെ പൊക്കി എടുത്തിട്ട് ഇങ്ങനെ മാറ്റിയിടുകയാണ്. അത് ചന്ദ്ര കാണും. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നത്, നീ എന്താടി കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെതല്ല, അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാഞ്ഞെന്ന് പറയുന്നുണ്ട്. അതിനെന്താ, നീ എല്ലാവരുടെയും കൊണ്ടുപോയി അലക്ക് എന്ന് ചന്ദ്ര ആവശ്യപ്പെടുമ്പോൾ, അയ്യേ ഞാൻ എന്തിനാ അലക്കുന്നത്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെയും മാത്രം അലക്കുള്ളൂ എന്ന് പറയാണ് രേവതി. ആ സമയത്ത് പറ്റില്ല, സുധിയുടെ എന്താ നിനക്ക് അലക്കിയാൽ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ രേവതി പറയാണ്, എന്തിനാ ഞാൻ അലക്കുന്നത്, സുധി അവരൊക്കെ അലക്കാനായിട്ട് അവരുടെ ഭാര്യയില്ലേ, അപ്പോൾ അവർ അലക്കിക്കൊള്ളില്ലേ, പിന്നെ ഇതിനെ ഞാൻ അലക്കുന്നു എന്നൊക്കെ ചോദിച്ച് രേവതി അങ്ങനെ തറക്കിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ശ്രുതി പറയാണ്, വേണ്ട ആൻറ്റി ഞാൻ അലക്കിക്കോളാം എന്ന് പറയുമ്പോൾ മോള് മിണ്ടാതിരിക്കുക, അവിടെ അവൾ അലക്കിക്കോളും, എല്ലാതും കൊണ്ടുപോയി അല്ലാതെ അലക്കടി എന്നിങ്ങനെ വലിയ ദേഷ്യത്തോടു കൂടി പറയാണ്. അപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ മനസ്സോടു കൂടി തന്നെ എല്ലാം വാരി വലിച്ച് രേവതി അലക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കോടതി മുറിയാണ് കാണിക്കുന്നത്. അങ്ങനെ രവീന്ദ്രനോടായിട്ട് ജഡ്ജി ചോദിക്കുകയാണ്, നിങ്ങളുടെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുക എന്നതാണ് നിങ്ങളുടെ പരാതി, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ രവീന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, സാറേ ഞാൻ 40 വർഷം ഇവിടെ ഇങ്ങനെ KSRTCയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്, അതിനുശേഷം ഞാൻ റിട്ടയർഡായി, അപ്പോൾ അതിനുശേഷം കിട്ടേണ്ട എനിക്ക് പെൻഷനൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല, അതൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാണ് അതൊക്കെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാൻ സർവീസിലിരുന്ന് 40 വർഷം ആരോട് വേണമെങ്കിലും ചോദിച്ചാൽ മതി, ഒരു നെഗറ്റീവ് പോലും എന്നെപ്പറ്റി ആർക്കും പറയാനുണ്ടാവില്ല, അത്ര സത്യസന്ധമായിട്ടാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രവീന്ദ്രനും. ആ സമയത്ത് വർഷയുടെ അച്ഛൻ അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വർഷയുടെ അച്ഛൻ അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ജഡ്ജി പറയാണ്, നിങ്ങളോട് ചോദിച്ചു, ഞാൻ രവീന്ദ്രനോടല്ലേ ചോദിച്ചതെന്ന് പറയുമ്പോൾ ശരി സാർ എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ രവീന്ദ്രൻ്റെ അരികിൽ മറ്റൊരു ഡ്രൈവറായ കൂട്ടുകാരനുണ്ടാവും. അയാൾ പറയുന്നുണ്ട്, സാർ എനിക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്, ആരാ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ രവീന്ദ്രൻ്റെ കൂട്ടുകാരനാണ്, ഇദ്ദേഹം ഏറ്റവും നല്ലൊരു ഡ്രൈവറായിരുന്നു, ഒരു ഇതും ചെയ്തിട്ടില്ല, ഒരു തെറ്റ് പോലും സർവീസിലിരിക്കുമ്പോൾ ചെയ്തിട്ടില്ല, ഞങ്ങൾക്കൊക്കെ ഒരുപാട് അറിയാവുന്ന ഒരാളാണെന്നൊക്കെ ഇങ്ങനെ അയാളുടെ അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാൻ വരുന്നത്, എന്താണ് ആര് തടഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹമാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്, ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ ഒരു പൈസയാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു തരാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു തരാനല്ല ഞാൻ ആവശ്യപ്പെടുന്നത്, അദ്ദേഹം അത് വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേര്. അപ്പം എന്ത് വ്യക്തിവൈരാഗ്യം എന്ന് ചോദിക്കുന്നുണ്ട്. ഇദ്ദേഹം 2-3 തവണ വളരെ മോശമായി പെരുമാറി, എന്നെ വളരെ മോശമായ രീതിയിൽ പെരുമാറിയപ്പോൾ എൻ്റെ 2ാമത്തെ മകൻ സഹിക്കാനാവാതെ ഇയാളെ തല്ലാൻ വേണ്ടി ചെന്നിട്ടുണ്ട്, അതുപോലെ എതിർത്ത് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, ആ ഒരു വൈരാഗ്യമാണ് ഇയാൾ കാണിക്കുന്നത് എന്നൊക്കെ പറയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്,
എനിക്ക് കിട്ടിയ റിട്ടയർമെന്റ് പൈസ പോലും എനിക്ക് അതോ ഉപകാരത്തിൽ പെട്ടില്ല എന്ന് പറയുമ്പോൾ അതെന്ത് പറ്റിയെന്ന് ജഡ്ജി ചോദിക്കുകയാണ്. അപ്പം അങ്ങനെ ശ്രുതി കൊണ്ടുപോയതും അത് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, രവീന്ദ്രൻ അവിടെ പറയുന്നത്. അപ്പം ജഡ്ജിക്ക് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് വർഷയുടെ അച്ഛനോടായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം പറയാണ്, ഇദ്ദേഹം ഇത്രയും നാളും പണിയെടുത്തിട്ട് വലിയ മാന്യനാണെന്നല്ല പറഞ്ഞു, ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നല്ല ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൊണ്ട് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പം പറയുന്നത് മറ്റാരുടെയല്ല, നമ്മുടെ രേവതിയുടെ അച്ഛൻ മരണപ്പെട്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ മുന്നിലേക്ക് ചാടിയതാണെന്ന് പറയുമ്പോൾ അതെങ്ങനെ അദ്ദേഹത്തിൻ്റെ തെറ്റായി മാറും? വണ്ടിയുടെ മുന്നിലേക്ക് ചാടിയത് ഡ്രൈവറുടെ തെറ്റല്ലല്ലോ, അയാളുടെ ചെന്നിടിക്കുകയാണെങ്കിൽ ഡ്രൈവറുടെ തെറ്റായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ജഡ്ജി പറയുന്നുണ്ട്. അപ്പോൾ വർഷയുടെ അച്ഛനൊന്നും മിണ്ടാൻ പറ്റാതെ അങ്ങനെ നിൽക്കാൻ. ആ സമയത്താണ് നമ്മുടെ സച്ചി അവിടേക്ക് ഓടിക്കഴിച്ച് വരുന്നത്. സച്ചിക്കാണെങ്കിൽ ഈ കോടതി നിയമം കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ ഓടിക്കഴിച്ച് അച്ഛാ ഞാൻ സോറി, ഞാൻ മറന്നുപോയിട്ടാ പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞ് അവിടെ വന്ന് ഇങ്ങനെ ഒച്ചെടുക്കാണ്. അപ്പോൾ ജഡ്ജി ചോദിക്കുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് എൻ്റെ രണ്ടാമത്തെ മകൻ എന്ന് പറയുന്നു. അപ്പോൾ വർഷയുടെ അച്ഛൻ പറയണം, ഇയാളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, ഇയാൾക്ക് ഒരു മാനേഴ്സ് അറിയില്ല, മര്യാദ അറിയില്ല, ഒന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങളെന്തിനോട് സംസാരിക്കും എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി അവിടെ വെച്ചിട്ട് അയാളോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കോടതിയാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി നീ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയാണ്. അങ്ങനെ അവസാനം വിധി വരികയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ രവീന്ദ്രന് തടഞ്ഞു വെച്ചിട്ടുള്ള ഇത്രയും നാളും തടഞ്ഞു വെച്ചിട്ടുള്ള പെൻഷൻ തുക മുഴുവനും കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഇത്രയും നാളും അദ്ദേഹത്തിൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ചതിന് ഇയാളുടെ കയ്യിൽ നിന്ന്, അതായത് വർഷയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ കൂടുതലായിട്ടും കൊടുക്കാനും ജഡ്ജി അങ്ങനെ വിധിക്കുകയാണ്. അങ്ങനെ അത് വലിയൊരു സന്തോഷമാവുന്നുണ്ട് സച്ചിക്കും രവീന്ദ്രനൊക്കെ. സച്ചിയൊക്കെ അവിടെ നിന്നിട്ട് കൈയടിക്കണം, നല്ല ജഡ്ജാണെന്നൊക്കെ പറഞ്ഞ് കൈയടിച്ചിങ്ങനെ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോരുകയാണ്. അപ്പോൾ വർഷയുടെ അച്ഛന് വല്ലാതെയാവുകയാണ്. ആകെ നാണം കെട്ട രീതിയിലൊക്കെ വീട്ടിലേക്ക് തിരികെ പോകുന്ന ഭാഗമൊക്കെയാണ് നമുക്ക് ഉടനെ തന്നെ കാണാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.